സിനിമയിൽ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ വഴി വെട്ടിപ്പോകാൻ അനശ്വര രാജൻ എന്ന നായികയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് 2023 അവസാനം 2024 തന്നെ അനശ്വരയുടെ കരിയർ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മുൻപ് സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ദിനങ്ങൾ അല്ലെങ്കിൽ പ്രണയവിലാസം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ തന്നെ അനശ്വരയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും 2023 ഡിസംബർ മാസത്തിൽ മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് എന്ന ചിത്രം അനശ്വരയുടെ കരിയറിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അന്ധയായ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ അനശ്വരയ്ക്ക് തിരശ്ശീലയിൽ മുന്നിൽ വെക്കാൻ സാധിച്ചു. മോഹൻലാലിനെ പോലും കടത്തിവിട്ടുന്ന പ്രകടനങ്ങളിലൂടെ അന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്ന ഒരു പ്രകടനം അനശ്വര രാജൻ്റെതായിരുന്നു. ആ കഥാപാത്രത്തെ അനശ്വര ഹോൾഡ് ചെയ്തിരിക്കുന്ന രീതി, അതിൽ എത്രമാത്രം നീതി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വളരെയധികം ചർച്ചയായിക്കൊണ്ട് മാറിക്കൊണ്ടിരുന്നതാണ്. ആ നേര് എന്ന ചിത്രത്തിൽ അനശ്വരയ്ക്കുണ്ടായ ഹൈപ്പ് ഭീകരമാണ്, അതിഭീകരമാണ്. അതിനുശേഷം പിന്നാലെ ഓസ്ലർ എന്ന ചിത്രത്തിലും അനശ്വരയ്ക്ക് ഒരു കഥാപാത്രം മികച്ച രീതിയിൽ പുൾ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഗുരുവായൂരമ്പല നടയിൽ ഒരു ഹ്യൂമർ ക്യാരക്ടറും കൂടി അനശ്വരയ്ക്ക് പുൾ ഓഫ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അനശ്വര രാജൻ ഇപ്പോൾ ചർച്ചയാവുന്നത്? മറ്റൊന്നുമല്ല, ജനുവരി 9 റിലീസാകുന്ന രേഖാചിത്രം എന്ന ജോഫിൻ ടി ചാക്കു സംവിധാനം ചെയ്ത് ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന് മേലുള്ള ഹൈപ്പ് അതിഭീകരമാണ്. 2025 ഐഡന്റിറ്റി എന്ന ചിത്രത്തിന് ശേഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ടെങ്കിൽ അത് രേഖാചിത്രമാണ്. IMDb ഉൾപ്പെടെ 6ാം പൊസിഷനിലാണ് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ലിസ്റ്റിൽ രേഖാചിത്രം നിലവിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അത്രയും വലിയ ആന്റിസിപ്പേറ്ററി സിനിമയായിട്ട് മറ്റുള്ള, അതായത് ഇന്ത്യൻ സിനിമയിൽ ഒട്ടാകെയുള്ള സിനിമകളൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് 6ാം സ്ഥാനത്ത് രേഖാചിത്രം നിൽക്കുന്നത്? അങ്ങനെ വരുമ്പോൾ അതെന്തുകൊണ്ടാണെന്നൊന്ന് പരിശോധിക്കേണ്ടേ. ചിത്രത്തിന്റെ ട്രെയിലർ, ചിത്രത്തിന് കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ട്രെയിലറിൽ ഉൾപ്പെടെ വലിയ രീതിയിലൊരു ത്രില്ലർ സ്വഭാവം ഈ ചിത്രത്തിലുണ്ട്. ഉടനീളം എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഒരു മുന്നറിയിപ്പ് ചിത്രത്തിന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീയായിട്ടാണ് അനശ്വര രാജൻ എത്തുന്നത്. എങ്ങനെയായിരിക്കാം അനശ്വര അത് പുൾ ഓഫ് ചെയ്യുക എന്നുള്ളൊരു വലിയ ചോദ്യവും കൂടെ നിലനിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, നേര് എന്ന ചിത്രത്തിലൂടെ അനശ്വരയ്ക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരു പടി പ്രതീക്ഷയാണ് അനശ്വരയ്ക്ക് മേൽ മലയാളി പ്രേക്ഷകർ രേഖാചിത്രം എന്ന സിനിമയിൽ വെക്കുന്നത്. കാരണം അനശ്വരയിലൂടെയാണ് കഥ പോകുന്നതെന്നും തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ മലയാള സിനിമയിലേക്ക് പുതിയ തരം പരീക്ഷണങ്ങൾ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു നായികയായി അനശ്വര രാജനെ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയും ചെയ്യും. 2017 ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ ആതിരാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അനശ്വര സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. പിന്നാലെ അനശ്വരയ്ക്ക് മികച്ച കഥാപാത്രങ്ങൾ തൻ്റെ കരിയറിലൂടെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രേഖാചിത്രത്തിലാണ് അനശ്വര രാജൻ എത്തി നിൽക്കുന്നത്. ഈ ചിത്രത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്ററി ചിത്രമാക്കി മാറ്റുന്നതോടൊപ്പം അനശ്വരയുടെ കഥാപാത്രം എങ്ങനെയായിരിക്കാം ചിത്രത്തിൽ പോർട്രേ ചെയ്യപ്പെടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ടും കൂടിയാണ് അനശ്വരയ്ക്ക് മേലുള്ള എക്സ്പെക്റ്റേഷൻസും കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുന്നത്തെ സിനിമകളിലൊക്കെ തന്നെ നിരാശയില്ലാത്ത പ്രകടനങ്ങൾ, അതിഭീകരമായ പ്രകടനങ്ങൾ അനശ്വരയുടെ ഭാഗത്തു നിന്നും ലഭിക്കുകയും ചെയ്തു. എങ്ങനെയായിരിക്കാം രേഖാചിത്രത്തിൽ ജോഫിൻ ടി ചാക്കോ അനശ്വരയെ ഉപയോഗിക്കുക എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട ചോദ്യം. 2021 മമ്മൂട്ടി ചിത്രമായ ദ പ്രീസ്റ്റിലൂടെയാണ് ജോഫിൻ ടി ചാക്കോ സ്വതന്ത്ര സംവിധായകനാകുന്നത്. പ്രീസ്റ്റ് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നില്ല. അതിനുശേഷം ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം ജോഫിൻ ടി ചാക്കോ മലയാള സിനിമയിലേക്ക് തിരികെ എത്തുമ്പോൾ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം തന്നെയാണ് ചിത്രത്തിന് അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. ആ ചിത്രത്തിന് മേലും എങ്ങനെയായിരിക്കാം ബോക്സ് ഓഫീസിൽ 2025 ഐഡന്റിറ്റി തുടക്കം വെച്ചത് രേഖാചിത്രത്തിലൂടെ തുടരാൻ സാധിക്കുമോ എന്നുള്ളതും കൂടി പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്.